ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, പല തവണയായിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, സാറേ LDCയുടെ ബാച്ച് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ LDCയുടെ ബാച്ച് ഇത്രയും ദിവസം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LDCയുടെ ബാച്ച് ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം, അതായത് നോർമലി തരുന്നത് പോലെ നിങ്ങൾക്ക് ഡേ 1 ഡേ 2, അതായത് ഒരു ദിവസം ഇത്ര കാര്യങ്ങൾ പഠിക്കുക, അടുത്ത ദിവസം കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുക, ഈ രീതിയിലുള്ള, അതായത് നോർമലി ചെയ്യുന്നത് പോലെയല്ല. ഇപ്രാവശ്യം കുറച്ച് നമുക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആസ്വദിച്ച് പഠിക്കണം. പഠിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് പഠിക്കണം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് എൻ്റെ ഈ ബാച്ച് എടുത്ത സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അത് സാധിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ആദ്യം, അതായത് ബാച്ച് തുടങ്ങുമ്പോൾ ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്താണ് സ്റ്റഡി മെത്തേഡ്, അതൊക്കെ നമ്മൾ ബാച്ചിൽ പറഞ്ഞുതരും. ബാച്ചിന്റെ ഡീറ്റെയിൽസ്, എന്താണ് ഈ ബാച്ച്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുക, എത്ര കാലം ഇത് ലഭിക്കും, പിന്നെ എത്ര കാലം ഇത് ലഭിക്കും എന്നുള്ളതിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ എക്സാം കഴിയുന്നത് വരെ, എക്സാം എത്രയൊക്കെ നീട്ടി വെച്ചാലും, അഥവാ എക്സാം അതായത് ഡേറ്റ് നമ്മൾ ഉദ്ദേശിച്ച സമയത്തല്ല നീട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ കൂടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ബാച്ച് അവൈലബിൾ ആവും. ഓക്കെ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് ഇതിലെ മുഴുവൻ ക്ലാസ്സസും എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആവും. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ടത് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ്. ബാച്ചിൽ എന്തൊക്കെ ലഭിക്കുന്നു, ഞാൻ പറഞ്ഞു നോർമലി തരുന്നത് പോലെ ഡേ 1 ഡേ 2, അതായത് ഈ ദിവസം ഇത്ര കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് റഷ് ഫീൽ ചെയ്യിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ, ഏറ്റവും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്ന് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണം. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, നമ്മുടെ ക്ലാസ് കാണുന്ന ഓരോ ആളുകൾക്കും അറിയാം, പറ്റുന്ന അത്രയും കോഡുകൾ യൂസ് ചെയ്തിട്ടും കണക്ഷൻസ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും അത്രയും എഫേർട്ട് ഇട്ട്, അതായത് ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടേ നമ്മൾ ഓരോ ക്ലാസ്സും വൈൻഡപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട റിവിഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ, അതായത് ബാച്ചിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു വീഡിയോ ചെയ്ത് തരുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് നിങ്ങൾ LDC ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ഒരു സ്റ്റെപ്സ്, അതായത് അതുകൂടെ ഞാൻ പറഞ്ഞുതരും. അതൊക്കെ അവിടെ നമ്മൾ എക്സാം ടിപ്സിന്റെ ഭാഗമായിട്ടും, അതായത് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കുറക്കാനുള്ള അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ അറിയുന്നത് ഈ ബാച്ചിൽ എന്തൊക്കെ ലഭിക്കും, ബാച്ചിന്റെ ഫീസ് എങ്ങനെയാണ്, പിന്നെ ബാച്ചിൽ എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, എത്ര കാലം വാലിഡിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, നമുക്ക് അധികം ഒന്നും പറയാതെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, 2027 LDC ബൂസ്റ്റർ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജൂലൈ 10-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം, ഓക്കെ, ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ പറഞ്ഞുതരാം. ജൂലൈ 10-ന് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ 10-ന് നിങ്ങൾ ജോയിൻ ചെയ്താലും 11-നോ 12 എന്ന് നിങ്ങൾ ജോയിൻ ചെയ്താലും എക്സാം വരെ സാധനം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പറ്റുന്ന അത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും എളുപ്പം ജോയിൻ ചെയ്താൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾ കുറച്ച് സ്റ്റെപ്സ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. എല്ലാവരും പറയുന്നത് പോലെ സ്റ്റഡി ടൈം ടേബിൾ, ഒരു ദിവസം ഇത്ര കാര്യങ്ങൾ പഠിക്കുക, ഈ രീതിയിലുള്ള ഒന്നും ഞാൻ തരില്ല. ടിപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് റാങ്ക് നേടാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരും. അത് എത്രയും പെട്ടെന്ന്, അതായത് ജൂലൈ 10-ന് നമ്മൾ തുടങ്ങുമ്പോൾ അന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ജോയിൻ ആയി ബാച്ചിൽ തുടർന്ന് ആ സമയത്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ആ സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് എത്ര പെട്ടെന്ന് നിങ്ങൾ തീർക്കുന്നു അത്രയും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഓക്കെ, ആ കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും നിങ്ങൾ നേടും. ആ പറയുന്ന സ്റ്റെപ്സ് അതുപോലെ, ആ കുറച്ച് സ്റ്റെപ്സ്, ഒരു 4 സ്റ്റെപ്സ് അതിലുണ്ടാവുള്ളൂ. ആ സ്റ്റെപ്സ് അതുപോലെ വൃത്തിയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തോ, ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ LDC ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിൽ നിങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ജൂലൈ 10-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമ്പിൾ റാങ്ക് മേക്കിംഗ് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു സ്റ്റഡി ടൈം ടേബിൾ അല്ല, ഞാൻ ടൈം ടേബിൾ ആരോടും പറയാറില്ല. കാരണം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് സമയം കിട്ടുന്നത്. എനിക്കറിയാം, ഞാൻ അധികവും ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഫോക്കസ് ചെയ്ത് എടുക്കാറുള്ളത് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്ന ആൾ, പല ജോലികളുടെ ഇടയിൽ ആ ജോലിയിൽ നിന്ന് മാറി ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് മാറാൻ വേണ്ടി പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകളാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. അതിനാണ് ഞാൻ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങളും, ചില ആളുകൾ ഓരോ വർക്കിന്റെ ഇടയിൽ ഹെഡ്സെറ്റ് വെച്ച് മാത്രം കേൾക്കുന്നുണ്ടാവും. അതിനാണ് നമ്മൾ ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ കേട്ടിട്ടായാലും ആ കാര്യം പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി സിമ്പിൾ റാങ്ക് മേക്കിംഗ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരും. എന്ത് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത്, അതായത് സ്ഥിരം കുറെ കാലമായിട്ട് എക്സാം എഴുതുന്ന ആളുകളുണ്ടാവും, പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല, അല്ലെങ്കിൽ 40-ന്റെ മുകളിൽ മാർക്ക് പോകുന്നില്ല. ഇതിനൊക്കെ ചെറിയ ചെറിയ റീസൺ ആണുള്ളത്. ആ റീസൺ ചെറുതായിട്ടൊന്ന്, അതായത് ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിൽ അത്രയും വലിയ മാറ്റം വരും. ഓക്കെ, റാങ്ക് ലിസ്റ്റിലും നിങ്ങൾ വരും, റാങ്കിലും അത്രയും വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാനോ. അപ്പൊ സിമ്പിൾ റാങ്കിങ് മേക്കിംഗ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരും. അതായത് നിങ്ങൾ അത്ര ചെയ്യണം, ഇത്ര ചെയ്യണം, ഞാൻ ഇപ്പൊ തന്നെ പറയാം, നിങ്ങളെ മാക്സിമം സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഓക്കെ, അതിനാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴായാലും അറിയാം, മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ ആക്കാൻ പറ്റും നമ്മൾ നോക്കും. അത് നിങ്ങൾ
നിങ്ങൾക്ക് കോഴ്സ് തരുമ്പോഴായാലും നമ്മൾ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു തരാൻ നോക്കും. അതായത് ഒരുപാട് കാര്യങ്ങൾ, 1000-ലധികം ടോപ്പിക്സ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ പഠിച്ച റാങ്ക് നേടുമെന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. റാങ്ക് ഫയൽ നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് എനിക്ക് റാങ്ക് കിട്ടും എന്ന് നമുക്കറിയാം. റാങ്ക് ഫയൽ ഫുള്ള് കവർ ചെയ്യണം, പിന്നെ എക്സ്ട്രാ SCRT കവർ ചെയ്യണം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റാങ്ക് കിട്ടുമെന്നറിയാം. പക്ഷെ നിങ്ങൾക്കത് കവർ ചെയ്യാനുള്ള ടൈമും, അതായത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരിക, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതിന് പകരമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും വേണ്ട കാര്യങ്ങൾ. ഹോട്ട് ടോപ്പിക്സ് ആണ്. ഓക്കെ, 200+ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. LDCക്ക് വേണ്ടിയിട്ട് നമുക്ക് 200+ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. അതായത് 200-ലധികം ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ഇനിയും നമ്മൾ റെഫർ ചെയ്തിട്ട് ഏതെങ്കിലും ഹോട്ട് ടോപ്പിക്സ് നമുക്ക് തോന്നുകയാണെങ്കിൽ, അതായത് ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇനിയുള്ള എക്സാമിൽ ഇത് എന്തായാലും പ്രതീക്ഷിച്ചിരിക്കണം എന്ന് നമുക്ക് തോന്നുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും അതും നമ്മൾ ഇനിയും അതിൽ ആഡ് ചെയ്യും. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ 200-ലധികം ആണ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ സെറ്റ് ചെയ്ത്, അതായത് കോഴ്സ് സെറ്റ് ചെയ്ത് അതിൽ ഓരോ സബ്ജക്റ്റും ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ഓരോ ഭാഗത്ത് നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടെത്തി ആ സാധനങ്ങൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഇനിയും ആഡ് ചെയ്യാനുള്ളതുണ്ട്. ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതുള്ളത്, അതായത് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്ക് എത്രയും എളുപ്പം തീർത്ത് പിന്നെ നല്ല കോൺഫിഡൻസോട് കൂടെ ബാക്കി ഞാൻ പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തരുന്ന കാര്യങ്ങൾ തീർക്കണം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉള്ള ടോപ്പിക്സ്, അതായത് മാക്സിമം ടോപ്പിക്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ, അതായത് എക്സ്ട്രാ ടോപ്പിക്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് അധികം വൈകൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഓരോ ടോപ്പിക്സും കിട്ടും. ഓക്കെ, പിന്നെ ഇതിലുള്ളതാണ് SCRT ബൂസ്റ്റർ. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയല്ലോ. എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഇൻക്ലൂഡിങ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, അല്ലാതെ GK മാത്രമല്ല, എല്ലാം. ഓക്കെ, എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉറപ്പിക്കാവുന്ന ഭാഗങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ആ ഭാഗങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയി പഠിച്ചിട്ടുണ്ടാവണം. ഒറ്റ കാര്യം ഉറപ്പ് തരാം, ക്ലാസ് കണ്ടാൽ മതി, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അത് പഠിക്കും. ഓക്കെ, പിന്നെ അടുത്തതാണ് SCRT ബൂസ്റ്റർ. ഓക്കെ, SCRTയിൽ നിന്നും ചോദ്യം വരുമോ എന്നതൊരു ചോദ്യമല്ല. ഓക്കെ, എന്തായാലും ഒരു 60-70% ക്വസ്റ്റ്യൻസും GK ഭാഗത്തുനിന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും SCRTനെ ചോദിക്കുള്ളൂ, അത് നമുക്കറിയാം. അപ്പൊ ഈ SCRT, അതായത് SCRT ബുക്ക് മാറിയിട്ടുണ്ട്. പലർക്കും മുമ്പൊക്കെ പഠിച്ചതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, അതായത് അത്രയും കേട്ട് പരിചയമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടും, അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷെ ന്യൂ SCRT ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ന്യൂ SCRT ഇപ്പൊ വന്നതുകൊണ്ട് പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമുക്ക് നല്ല സമയം എടുക്കും. ഇതെല്ലാതും പഠിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സമയം വേണം. ദിവസവും ഒരുപാട് സമയം നിങ്ങൾ കൊടുക്കണം. അപ്പൊ ഈ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SCRT ബൂസ്റ്റർ എന്നൊരു സാധനം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. SCRT ബൂസ്റ്റർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓരോ ഭാഗത്തു നിന്നും, അതായത് ഓരോ SCRTയിൽ സയൻസ് ഉണ്ട്, SCRTയിൽ സോഷ്യൽ സയൻസ് ഉണ്ട്, ബേസിക് സയൻസ് ഉണ്ട്, അങ്ങനെ ഓരോന്നിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓരോന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്, അതായത് ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് 40-50 പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ 50 അതിന് മേലെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് തരിക. അതും അത്രയും പ്രധാനപ്പെട്ട PSCക്ക് ചോദിക്കാൻ അത്രയും ആഗ്രഹം തോന്നുന്ന ടോപ്പിക്കുകൾ നമുക്കത് കണ്ടറിയും. ഏതൊക്കെ ടോപ്പിക്, അതായത് ഏതൊക്കെ പോയിന്റ്സ് ആണ് PSC ചോദ്യം വരാൻ ചാൻസ്, എങ്ങനെയൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ ഓരോന്നും പോയിന്റ്സ് ആക്കി ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ വൺ വേർഡ് ആയിട്ട് തന്നെയാണ് ഓരോന്നും പറഞ്ഞു പോവുക. അതായത് എങ്ങനെ ചോദ്യം വരുന്നു, പിന്നെ അതിലെങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുന്നു, ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ SCRT ബൂസ്റ്ററിന്റെ ഒരു 30 ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ 30-ൽ 20 ക്ലാസ്സസും നിങ്ങൾക്ക് ന്യൂ SCRT ആണ്. 20 ക്ലാസ്സസ് ന്യൂ SCRT ആണ്, 5 ക്ലാസ്സസ് ഓൾഡ് SCRT ആണ്, പിന്നെ ഒരു 5 ക്ലാസ്സസ് വരുന്നത് NCERT ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? NCERTയും ചോദ്യം വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ 5 എണ്ണം NCERT, അതിൽ നിന്നും പ്രധാനപ്പെട്ടത് ഓൾഡ് SCRT, അതിൽ നിന്നും എന്തായാലും PSCക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, എന്തായാലും ഇനിയും ചോദിക്കാനുള്ളത്. അങ്ങനത്തെ ഒരു 5 എണ്ണം, അതായത് ഓൾഡ് SCRTയിൽ നിന്നും. പിന്നെ ന്യൂ SCRT ഒരു 20 ആണ്. കാരണം ന്യൂ SCRTക്ക് അത്രയും ചാൻസ് കൂടുതലാണ്. ന്യൂ SCRT വന്നിട്ട് ഉള്ള ആദ്യത്തെ LDC ആണ് അല്ലെ, അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ ന്യൂ SCRT 20, ബാക്കി 5 അങ്ങനെ 30 SCRT ക്ലാസ്സസ്, SCRT ബൂസ്റ്റർ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ നമ്മൾ ടോപ്പിക് എടുക്കുമ്പോഴും അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യം ഏത് നമ്മൾ മെൻഷൻ ചെയ്യും. അതായത് ചില ടോപ്പിക്സിൽ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും നമ്മൾ പ്രാധാന്യം കൊടുക്കും. അത് ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരും, പഠിക്കണം എന്ന് നമ്മൾ ടോപ്പിക്കിൽ തന്നെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അതായത് ഒരു ടോപ്പിക് എടുക്കുമ്പോഴാലും ടോപ്പിക് അങ്ങോട്ട് വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് വന്നിട്ട് ഇതെല്ലാം നിങ്ങൾ പഠിക്കുക നമ്മൾ പറയില്ല.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ആ ടോപ്പിക്സിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ തന്നെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കാര്യത്തിൽ തന്നെ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം എന്തായാലും ചോദ്യം വരുന്നു പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഓരോ ടോപ്പിക്കിലും മെൻഷൻ ചെയ്യുന്നതാണ്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, അതെന്തായാലും മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. പിന്നെ എക്സാം ടിപ്സ്, അത് ലാസ്റ്റ് വരുന്ന കാര്യമാണ്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് എക്സാമിന് വേണ്ട, അതായത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുത്താൽ മാത്രം പോരാ, എക്സാമിന് കുറച്ച് ടിപ്സ് ഉണ്ട്. എക്സാമിന് പോയി അപ്ലൈ ചെയ്യേണ്ട, ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും എങ്ങനെ ആൻസർ ചെയ്യണം, അതായത് ചില ക്വസ്റ്റ്യൻസ് അറിയാത്ത ക്വസ്റ്റ്യൻസ് പോലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിലാണെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സാം ടിപ്സിന്റെ ഭാഗമാകുമ്പോൾ, അതായത് ഏറ്റവും ലാസ്റ്റ് ടൈമിലായിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തരും. അപ്പൊ ആ വീഡിയോ ആ സമയത്ത് വരുന്നതാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞു തരും, എങ്ങനെ നിങ്ങൾ പഠിച്ച, അതായത് ഇതേ മെത്തേഡാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ ബാച്ചിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഒരേ മെത്തേഡാണ്. പക്ഷേ റാങ്ക്, അതായത് നല്ല വേരിയേഷൻ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതേ മെത്തേഡല്ലേ അവരും പഠിക്കുന്നത്. അല്ല, ഒരേ കാര്യങ്ങളല്ല നിങ്ങൾ പഠിക്കുന്നത്. ഓരോ ആളുകളുടെയും പഠന ശൈലി, അതായത് ഫോൾട്ട് വരുന്ന ഭാഗങ്ങളായാലും ഇഷ്ടമില്ലാത്ത ഭാഗങ്ങളായാലും ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളായാലും മാർക്ക് കിട്ടുന്ന ഭാഗങ്ങളായാലും നെഗറ്റീവ് വരുന്ന ഭാഗങ്ങളായാലും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിന് വേരിയേഷൻ കാണുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇത് അതിലേക്ക് ഞാൻ പറയുന്ന ഈ മെത്തേഡ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ റാങ്ക് അത്രയും ഉയരും. ഓക്കെ, അപ്പൊ ആ ചെറിയ ഒരു മെത്തേഡ്, ഞാൻ ഇപ്പോഴും പറയുന്നു, വലിയൊരു താണ്ഡവം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഉദ്ദേശിച്ചില്ല. ചെറിയൊരു മെത്തേഡാണ്, ചെറിയൊരു കൂടാണ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ആ സാധനം അതുപോലെ അപ്ലൈ ചെയ്യണം. പിന്നെ അതിന് വേണ്ട ടിപ്സും, അതായത് അത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പൊ ഇനി ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ, ജൂലൈ 10 തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം അതിൽ ഇൻട്രൊഡക്ഷൻ എന്നൊരു ഭാഗമാണ് ഉണ്ടാവുക. ഓക്കെ, മീൻസ് റെക്കോർഡ് ക്ലാസ്സിൽ പോകണം. റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. അതിൽ ഹോട്ട് ടോപ്പിക്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും മേലെ ഇൻട്രൊഡക്ഷൻ എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണും. ഇൻട്രൊഡക്ഷൻ, ആ ഇൻട്രൊഡക്ഷനിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്താണ് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതായത് 200-ലധികം പറഞ്ഞാൽ ഏകദേശം 250-ന്റെ അടുത്ത് വരും ഹോട്ട് ടോപ്പിക്സ് ഇനിയും നമുക്ക് ആഡ് ചെയ്യാനുള്ളതുണ്ട്. കുറെ എണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇനിയും ആഡ് ചെയ്ത് വരാനുള്ളതുണ്ട്. ഇതിൽ കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡഡ് ആണ്. കറണ്ട് അഫയേഴ്സിലും ഇനി ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് വരാനുണ്ട്. കറണ്ട് അഫയേഴ്സിലും ഓരോ കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സിലും നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ LGS-നൊക്കെ ചെയ്ത്, LDC ആ സമയത്തൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സിലും നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സിലാണല്ലോ പലർക്കും പ്രോബ്ലം വരുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അത്ര പ്രോബ്ലം വരേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ ചോദ്യം ചോദിക്കും, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് PSC ചോദിക്കാൻ ചാൻസ്, ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്ത് അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് അതിന്റെ ക്ലാസ്സസും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോൾഡർ വേറെ കിടക്കുന്നുണ്ടാവും, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോന്നും കിടക്കുന്നുണ്ടാവും. അതിലൊക്കെ ഉള്ള ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ ഓരോന്നും പോയി കാണാണ് വേണ്ടത്. പിന്നെ ഇതിൽ വാലിഡിറ്റി, അതുപോലെ തന്നെ എങ്ങനെയാണ് ക്ലാസ്സസ് ലഭിക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ക്ലാസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജൂലൈ 10 തൊട്ടിട്ട്, അതായത് എന്നാണോ ഇത് ക്ലോസ് ആവുന്നത്, എന്നാണോ LDC എക്സാം കഴിയുന്നത്, അതുവരെയും നിങ്ങൾക്ക് ഈ ക്ലാസ് തുടങ്ങുന്ന അന്ന് തൊട്ട് അന്ന് വരെയും അൺലോക്ക് ആണ് ഫുള്ള്. ഓക്കെ, എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് അൺലോക്ക് ആണ്. ഇത് ഡേ 1 ഡേ 2 പലർക്കും പല നെഗറ്റീവും വരുന്നുണ്ട്, ചിലർക്ക് അത് പോസിറ്റീവ് ആവും. പക്ഷേ നെഗറ്റീവ്സ് വേണ്ട, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പലർക്കും ഡ്രീം ജോബൊക്കെയാണ് ഈ LDC. ഇപ്രാവശ്യം എന്തായാലും ലിസ്റ്റിൽ വരണം എന്ന വിശ്വാസത്തോടുകൂടെ ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അതിൽ വരണം. അതിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ്സ് മുമ്പിൽ പാടില്ല. അതായത് ചിലർക്ക് ചിലപ്പോൾ കുറച്ചധികം സമയം പഠിക്കാണ്ടാവും. അപ്പോൾ ദിവസം നമ്മൾ 2-3 ക്ലാസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി പിറ്റേ ദിവസത്തെ കൂടെ ഇന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതും പഠിക്കാമായിരുന്നു. അത്രയും ഇതിന് ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഇതൊരു നെഗറ്റീവാണ്. അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മുടെ ബാച്ച് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. എഫേർട്ട് ഇടാത്തവർക്ക് കൂടെ വേണ്ടിയിട്ടില്ല. അതെ, എഫേർട്ട് ഇടാത്തവർ പറഞ്ഞാൽ അധികം സമയം കിട്ടാത്ത ആളുകളുണ്ടാവും, ഈ സമയത്തിനെ വെച്ച് മാനേജ് ചെയ്ത് പഠിക്കേണ്ട ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കിടക്കം വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എഫേർട്ട് ഇടുന്നവർക്ക് അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ബാച്ചിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. തീർച്ചയായും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോ, തീർച്ചയായും നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ SCRT ബൂസ്റ്ററിന്റെ കാര്യം ക്ലിയർ ആയി. 20 ന്യൂ SCRT, 5 ഓൾഡ് SCRT, പിന്നെ 5 എണ്ണം NCRT. ഇങ്ങനെയാണ് 30 ക്ലാസ് ഉണ്ടാവുക. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ടോപ്പിക്കിൽ മെൻഷൻ ചെയ്യുന്നതാണ്, അത് നമ്മൾ പറയും. പിന്നെ എക്സാം ടിപ്സ് അതും നമ്മൾ അവസാനം പറഞ്ഞു തരും. അപ്പോൾ ടോപ്പിക്സിന്റെ കാര്യത്തിൽ ഡൗട്ടില്ല. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടാം.
ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 80 86 19 57 67 ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റഡി ടിപ്സ് എന്തായാലും സ്റ്റഡി മെത്തേഡ് ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, അത് നമ്മൾ കോഴ്സ് എടുത്തവർക്ക് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ 101% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ഈ റാങ്ക് അടിക്കും. അതായത് ആദ്യ 2 അക്ക റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാവും. ഓക്കെ, പറഞ്ഞത് അതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് കൂടെ ഒരു റോൾ ഉള്ളതാണ്. നിങ്ങളും അത് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് റാങ്ക് അടിക്കാൻ പറ്റുള്ളൂ. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്, എവിടെ കൊടുക്കണം. പക്ഷെ എഫേർട്ട് കുറച്ചിട്ടാൽ മതി, നിങ്ങൾ അത്രയും അറിയും എന്താണ് ഇതിൽ ചെയ്യേണ്ടി വരിക, നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടാവും, നിങ്ങൾ തീർച്ചയായിട്ടും റാങ്ക് സ്കോർ ചെയ്യും. ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ആപ്പ് മിസ്റ്റർ എഡ്യൂകാർട്ടിന് പോയി സെർച്ച് ചെയ്താൽ മതി. നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും. ആപ്പിൽ കയറി ലോഗിൻ ഒക്കെ ചെയ്ത ശേഷം ഇങ്ങനെ ഒന്നാണ് വരിക. അതായത് ഹോമിൽ ഇതാ ഇങ്ങനെയാണ് വരിക. ഇതിൽ ഈ ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം, ഈ നീല കളർ ഭാഗം, ഇവിടെയാണ് നമ്മുടെ കോഴ്സസ് ഉണ്ടാവുക. ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഈ സ്ട്രീം എന്ന് പറയുന്നതാണ് നമ്മുടെ കോഴ്സസ്. ഓക്കെ, കറന്റ് ആക്റ്റീവ് കോഴ്സ്. ഇപ്പോൾ ഇത് പ്രിലിംസ് 40 days മന്ത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിലിംസിന് വേണ്ടിയിട്ട്. ഇത് അതിന്റെ കോഴ്സാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യമുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിലൊന്ന് വെറുതെ ടച്ച് ചെയ്യാം. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഓപ്ഷൻ വരും. ആ ഓപ്ഷനും കാണിച്ചു തരാം. ഇതുപോലെ ഉള്ള കോഴ്സുകളൊക്കെ വരും. ഇത് ഇനിയും മേലെ ഇങ്ങനെ കോഴ്സുകൾ ഉണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്താണ്. ഇതെന്താണെന്ന് അറിയോ, ഇതിപ്പോ 2027 LDC ബൂസ്റ്റർ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ ഇത് ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത്. പിന്നെ സ്ട്രീം മാറരുത്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൽ തൊട്ട് നമ്മൾ അറിയാതെ LGS ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞ ഒന്നിൽ പോയി കയറി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രീം മാറി കിടക്കുകയാണ്. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇതാണ്, അപ്പൊ അതിന്റെ ക്ലാസ്സസേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്ലാസ്സസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും അവൈലബിൾ ആവില്ല. അപ്പൊ സ്ട്രീം ചേഞ്ച് ആവരുത്, ഈ സ്ട്രീം ചേഞ്ച് ആവരുത്. അപ്പൊ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക, ആപ്പിൽ സൈനപ്പ് ചെയ്യുക, നിങ്ങളുടെ നമ്പർ കൊടുത്ത് OTP ഒക്കെ വാങ്ങി സാധാ പോലെ സൈനപ്പ് ചെയ്ത് ഹോമിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനത്തിൽ തൊട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ കോഴ്സുകൾ വരും. അതിൽ വേണ്ട കോഴ്സ് പോയിട്ട് സബ്സ്ക്രൈബ് കൊടുക്കുക. ഇനി അതൊന്നും അല്ലാതെ എളുപ്പത്തിൽ നമ്മൾ തന്നെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ നമ്പറില്ലേ 80 86 19 57 ഇവിടെ താഴെ എഴുതി വരും. അപ്പൊ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, 80 86 19 57 67. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ഞാൻ ഇതുവഴി പേയ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ GPay വഴി പേയ്മെന്റ് ചെയ്ത് എന്നെ ഒന്ന് ആഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്ത് തരും. നിങ്ങളുടെ നെയിമും ഡീറ്റെയിൽസും ഒരു ബോക്സ് അയച്ചു തരും. ആ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നിങ്ങളുടെ നെയിം, പ്ലേസ്, ഫോൺ, ഏത് ഫോൺ നമ്പറാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് ഏതാണെന്നും അതിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബാക്ക് ഓഫീസിൽ പോയി ഞങ്ങൾ ആഡ് ചെയ്യും. പിന്നെ നിങ്ങൾ കോഴ്സിലേക്ക് ജസ്റ്റ്, അതായത് ആപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ആയാൽ മതി. നിങ്ങൾ ആ കോഴ്സിലാണ് പിന്നെ ഇരിക്കുന്നുണ്ടാവുക. എപ്പോഴും ഞാൻ പിന്നെയും പറയുന്നു, സ്ട്രീം മാറരുത്. ഈ സ്ട്രീം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെയിലേക്ക് പോകും. വേറെയിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ സ്ട്രീമിലാണ് കിടക്കുന്നത്. ഇപ്പോൾ 40 days, നിങ്ങൾ ഉദാഹരണത്തിന് ഇത് LDC ബൂസ്റ്ററിന്റെ നിങ്ങളുടെ ബാച്ച് ആണെന്ന് വിചാരിക്കാം. ഇതിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. പകരം നിങ്ങൾ 40 days മന്ത്ര ബാച്ചിൽ പോയി കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. ഈ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞോ, ഇതിന്റെ ഉള്ളിൽ നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവും. ഈ ക്ലാസ്സസിൽ പോയാൽ അതിൽ ഓരോ നിങ്ങൾക്ക് കാണും. ഹോട്ട് ടോപ്പിക്സ്, SCRT ബൂസ്റ്റർ, അങ്ങനെ 2 സെറ്റ് ആയിട്ട് കാണും. അതിൽ നിന്നും നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുക. പക്ഷേ സ്ട്രീം മാറിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ റെക്കോർഡ് ക്ലാസിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങളോട് പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയാം, കാരണം അത് വേറെ കോഴ്സാണ്. അപ്പൊ സ്ട്രീം മാറരുത്, സ്ട്രീം വെറുതെ ചേഞ്ച് ചെയ്തിടരുത്. അങ്ങനെ എന്തെങ്കിലും ക്ലാസ് കിട്ടുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ മുകളിലൊന്ന് നോക്കുക, സ്ട്രീം ചേഞ്ച് ആയിട്ടുണ്ടോ നോക്കുക. ഇത്രേ ഉള്ളൂ. ഇവിടെ 2027 LDC ബൂസ്റ്റർ എന്നാണ് എപ്പോഴും എഴുതി കിടക്കേണ്ടത്. ഇനി നമുക്കറിയാനുള്ളത് ഫീസിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതുവരെ, അതായത് എക്സാം എന്നാണോ അതുവരെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. 999 ആണ് നമുക്ക് ഫീസ് വരുന്നത്. ഓക്കെ, 999 ആണ് ഫീസ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇതിലൂടെ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല വാട്സപ്പ് വഴി നമുക്ക് മെസ്സേജ് അയച്ച് അതിലൂടെ നമ്മൾ തരുന്ന QR അല്ലെങ്കിൽ നമ്പറോ വഴി പേയ്മെന്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ, ഏറ്റവും പറ്റുന്ന മെത്തേഡ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ബാച്ചിനെ പറ്റി ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. ഡൗട്ട്സ് ചോദിച്ച ശേഷം ജോയിൻ ചെയ്താൽ മതി. മാക്സിമം പറ്റുന്ന അത്രയും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ റെക്കോർഡഡ് ക്ലാസിന്റെ ഉള്ളിൽ പോവുക. അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും, SCRT ബൂസ്റ്റർ ഉണ്ടാവും. ഹോട്ട് ടോപ്പിക്സ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഹോട്ട് ടോപ്പിക്സിൽ പോവുക. അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഓരോന്നും കിടക്കുന്നുണ്ടാവും. അതിൽ ഏതാണോ തീർക്കേണ്ടത് അത് പോയി കണ്ട് തീർക്കുക. അതിന്റെ നോട്ട്സും
പിന്നെ പറയാൻ വിട്ടുപോയത് ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, നോട്ട്സ് അതുപോലെ തന്നെ അവൈലബിൾ ആവും. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു, മാക്സിമം നിങ്ങളുടെ സമയം എങ്ങനെ കളയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ദയവ് ചെയ്ത് നോട്ട്സ് എഴുതരുത്. എഴുതി പഠിക്കുന്ന ആളുകളുണ്ടാവും, അങ്ങനെ പഠിച്ചാലേ പഠിയൂ എന്നുള്ളവരുണ്ടാവും. അവരെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നോട്ട്സ് എഴുതി തന്നെ പഠിക്കുക. പക്ഷേ നോട്ട്സ് എഴുതി എൻ്റെ സമയമൊക്കെ ഒരുപാട് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ച് നോട്ട്സ് എഴുതാൻ ഒരു താല്പര്യമില്ലായിട്ട് ഒരു നിവർത്തിയില്ലാതെ എഴുതുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് എഴുതരുത്. നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവും. ഒരെണ്ണം ഒഴികെ മാത്സ് നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരില്ല. മാത്സ് ഈ ടൈം കിട്ടാത്ത ആളുകൾക്ക് വരുന്നൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ മാത്സിന്റെ നോട്ട്സ് അതിൽ കിട്ടുമ്പോൾ മാത്സ് ക്ലാസ് കാണും, പിന്നെ നോട്ട്സ് വായിച്ച് ഇങ്ങനെ പഠിക്കും, നിങ്ങൾ വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്സിന് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യില്ല. മാത്സും ഇതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്രയും അതായത് നോട്ട്സ് ഉള്ള സാധനം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ 4-5 ക്വസ്റ്റ്യൻ ഉള്ള മാത്സ് ആണോ അപ്ലോഡ് ചെയ്യാൻ പാട്? അപ്പം ശരിക്കും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. അതെന്ത് വന്നാലും അത് എൻ്റെ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് മാത്സിന് നോട്ട്സ് കിട്ടില്ല. അതിന് നോട്ട്സ് നിങ്ങൾ എഴുതന്നെ വേണം. മാത്സിൽ പറയുന്ന ഓരോ സ്റ്റെപ്സും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് എഴുതുക. എങ്ങനെയായാലും ഓരോ സ്റ്റെപ്സും നിങ്ങൾ ഒരു വട്ടെങ്കിലും എഴുതിയിട്ടുണ്ടാവണം. അതും നിങ്ങൾക്കൊരു വർക്കൗട്ടാണ്. ഓക്കെ, പിന്നെ റിവിഷന്റെ കാര്യമൊക്കെ നമ്മൾ ടിപ്സിൽ പറഞ്ഞുതരും. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. റിവിഷൻ നിങ്ങൾ ചെയ്തോളും. കാരണം ഓരോ ക്ലാസ്സിന്റെ ഇടയിൽ ഞാൻ മെൻഷൻ ചെയ്യും, റിവിഷൻ കുറക്കരുത് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എടുത്താൽ ഇങ്ങനെയാണ്. ഓക്കെ, ഈ കോഴ്സിലാണ് ഇതിൽ നിങ്ങൾ ഉണ്ടാവുക, ആക്റ്റീവ് കോഴ്സ്. നിങ്ങളിപ്പോൾ ഈ കോഴ്സിലാണ് ഇരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇതിലല്ല, നിങ്ങൾ ഏത് കോഴ്സിലാണോ അതിൽ കറന്റ് ആക്റ്റീവ് കോഴ്സ് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് എന്താവരുത്, സ്ട്രീം ചേഞ്ച് ആയി പോകരുത്, കോഴ്സ് ചേഞ്ച് ആവരുത്. അങ്ങനെ ആയി പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഓൾഡ് കോഴ്സ് പോകുന്നില്ല. ഒന്ന് ഇതിൽ തൊട്ടിട്ട് നമ്മൾ ഏത് കോഴ്സിലാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒന്ന് എൻ്റർ ആവുക. അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ പോയാൽ ഓരോ ക്ലാസ്സസും കിട്ടും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഫീസ് പറഞ്ഞു, നമ്പർ പറഞ്ഞു, ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടും. ഇവിടെ അങ്ങനെ നമ്പർ എഴുതി വരും. അപ്പൊ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിടുക. ഓക്കെ, ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ്, ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് അതിന് മുമ്പ് പോവോ, അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും വാലിഡിറ്റിയിൽ ഒരു മാറ്റമല്ല, നിങ്ങൾക്ക് എക്സാം വരെ അത് കിട്ടും. ഏത് കാലത്തും നിങ്ങൾക്ക് അതിന് മുമ്പ് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴൊക്കെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി വായിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വായിച്ചും പഠിക്കാം. നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് അറിയാം, കേട്ടാലും നിങ്ങൾ പഠിച്ചോളും. അപ്പൊ എന്ത് വർക്കിന്റെ ഇടയിലാണെങ്കിലും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ട് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ കേട്ടിട്ടാണെങ്കിലും പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. തീർച്ചയായും നിങ്ങൾ റാങ്ക് സ്കോർ ചെയ്യും. അതിനുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ റാങ്കിലേക്ക് എത്താൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്ന ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പം അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അതിനുള്ള സോഴ്സ് അടക്കം ഞാൻ കൃത്യം പറഞ്ഞു തരും. എങ്ങനെ നിങ്ങൾക്ക് റാങ്ക് സ്കോർ ചെയ്യുക, എന്താണ് വരുന്ന മാറ്റങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പഠനത്തിനനുസരിച്ചേ നിങ്ങൾക്ക് വേരിയേഷൻ കാണും. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട. അതായത് ഇത് ചില സബ്ജക്റ്റിന്, അതായത് മാത്സ് അറിയാത്തവർക്ക് മാത്രമാണ് ഇത് എഫക്റ്റ് ആവുക, സയൻസ് അറിയാത്തവർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് എന്താണോ ഫോൾട്ട്, ആ ഫോൾട്ടാണ് മാറാൻ പോകുന്നത്. നിങ്ങളുടെ ഫോൾട്ട് മാറും, നിങ്ങളിൽ വേരിയേഷൻ കാണും, നിങ്ങൾ മുകളിലേക്ക് പോകും. നിങ്ങൾ റാങ്ക്, അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 റാങ്ക് നിങ്ങൾ അടിക്കും. ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരാൻ അത്രയും എഫേർട്ട് ഇടുന്നവർക്ക് തീർച്ചയായും സാധിക്കും. എഫേർട്ട് ഇടാത്തവരാണെങ്കിൽ കൂടെ പറഞ്ഞ സ്റ്റെപ്സ് അതുപോലെ വൃത്തിക്ക് ഫോളോ ചെയ്യുന്നവരാണോ, ഇപ്രാവശ്യത്തെ LDC ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ പിന്നെ മെൻഷൻ ചെയ്യുന്നു, സാധാ കോഴ്സ് പോലെ Day 1 Day 2 ഇന്ന് ഇത്ര കാര്യങ്ങൾ പഠിക്കും, നാളെ എത്ര കാര്യങ്ങൾ പഠിക്കും, ഈ രീതിയിൽ ഞാൻ തരില്ല. റഷ് ഫീൽ ചെയ്യിക്കില്ല. നിങ്ങൾക്ക് എല്ലാം അവിടെ അവൈലബിൾ ആവും. കയറി കണ്ടാൽ മതി. എല്ലാം അന്ന് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതുവരെ പക്ഷെ അന്ന് വരെ കാത്തു നിൽക്കണ്ട. അതായത് അന്ന് തീർത്താൽ മതി, എക്സാം അടുക്കുമ്പോൾ തീർത്താൽ അതിന് കാത്തു നിൽക്കരുത്. അത് ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒരു കാര്യം പറയും, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങളുടെ ചേഞ്ച് എന്താവും നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുമ്പോൾ തന്നെ മനസ്സിലാവും. സിമ്പിളായിട്ട് ലോജിക്കലി, അതായത് ഇങ്ങനെ കാരണം ആലോചിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് അതിനോടൊപ്പം ഞാൻ പറയുന്നത് അതുപോലെ കേട്ടും ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. എന്തുകൊണ്ട് ഇത് പറയുന്നു, എന്താവും എനിക്ക് വരുന്ന മാറ്റം, എല്ലാം അതിൽ തന്നെ ഉണ്ടോ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യം. അതിനാണ് പ്രത്യേകം അവിടെ കൊടുത്തത് സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ റാങ്ക് മേക്കിംഗ് മെത്തേഡ് അങ്ങനെ കൊടുത്തത് അതിനാ. അതായത് ഒരുപാട് ജഗപൊക മെത്തേഡൊന്നല്ല, സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ ഒരു 4 സ്റ്റെപ്സ് ആവും അതിൽ പറഞ്ഞു തരാം. അത് വൃത്തിക്ക് ഞാൻ പറഞ്ഞു തരും. അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ബാച്ചിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. 80 86 19 57 67 ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. എത്രയും പെട്ടെന്ന് ജോയിൻ ആവുക. അപ്പോൾ ഇപ്രാവശ്യത്തെ LDCയിൽ തീർച്ചയായും
ഈ ബാച്ചിൽ നിന്നുള്ള ഓരോ ആളുകളും പറയുന്ന കാര്യങ്ങൾ അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നത് കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ആദ്യ 2 റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജൂലൈ 10-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ആവാം. ഇന്ന് തന്നെ നിങ്ങൾ അതിൽ ആഡ് ചെയ്തിരുത്തും. 10 മുതൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആവും. ഓക്കെ, 10 മുതൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആവും. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ടാവും. അത് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ SCRT നിലവിൽ 10 ക്ലാസ്സസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി ഓരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ന്യൂ SCRT ആദ്യം ആഡ് ചെയ്യും, പിന്നെ അതിനുശേഷമാണ് ഓൾഡ് SCRT ആഡ് ചെയ്യുക, അതിനുശേഷമാണ് NCRT ആഡ് ചെയ്യുക. എല്ലാം ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയി പറയാം എങ്ങനെയൊക്കെയാണ് ഇത് ആഡിങ് വരുന്നത്, ഏതൊക്കെ ക്ലാസ്സസ്. അതായത് ഹോട്ട് ടോപ്പിക്സിലായാലും ഫുൾ ക്ലാസ്സസ് ഏകദേശം 80% ക്ലാസ്സസ് ആണ് ഇതുവരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും കുറച്ച് ക്ലാസ്സസ് ഉണ്ട്, അത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഓരോന്നും അതിനനുസരിച്ച് തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓരോന്നും നിങ്ങൾക്ക് ടൈമിന് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ തീർത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇത് തുടങ്ങുന്നത്. ഒരുപാട് ആളുകൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, സാർ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ, ക്ലാസ് കാണണമെന്നുണ്ട്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്രയും കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്ത് അതിനാണ് ഇത്രയും ദിവസം എടുത്തത്. അതായത് മാക്സിമം പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഞാൻ അതും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവരെക്കാൾ എളുപ്പത്തിലായാൽ നമ്മൾ നേടും. അപ്പം നിങ്ങൾ മാക്സിമം എളുപ്പമാവുകയാണ്. എൻ്റെ ബാച്ചിലുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം എളുപ്പമാവുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കടന്ന് എഫേർട്ട് ഇട്ട് രാവ് പകലില്ലാതെ ഞാൻ ഓരോന്നും റിസർച്ച് നടത്തി നിങ്ങൾക്ക് എന്ത് കിട്ടണം, എങ്ങനെ ഇനി നിങ്ങൾ റാങ്ക് നേടും, അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ആ കാര്യം. ഓക്കെ, അതിന് തീർച്ചയായിട്ടും ഇതിൽ 50% ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. ഇതും അതും രണ്ടും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ സിമ്പിളായിട്ട് റാങ്കിലേക്ക് എത്തുക. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു നേടും, ആസ്വദിച്ച് തന്നെ പഠിച്ചു നേടും. ഓക്കെ, നമ്മൾ കോഡിലൂടെയും കണക്ഷനിലൂടെയും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാലോ, അതേപോലെ തന്നെയാണ് ക്ലാസ്സസ് പോകുന്നത്. റിപ്പീറ്റ് ചെയ്ത് പറയും, അതുപോലെ തന്നെ കോഡുകൾ പറയും, പറ്റുന്നത്രയും കണക്ഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെയും പറ്റുന്നത്ര റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കും. എൻ്റെ കൂടെ പറയാനൊക്കെ പലതിലും ഞാൻ പറയും, അത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾക്കാവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി എടുക്കുക. അതിൽ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റുന്ന അത്രയും തവണ 10-20 തവണ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാൽ അത്രയും തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യും. നിങ്ങളെ പഠിപ്പിച്ചെടുക്കും. തരുന്ന ഓരോ കാര്യങ്ങളും സെറ്റായിട്ട് നിങ്ങൾ പഠിക്കും. അതെൻ്റെ ഉറപ്പാണ്. ഇനി അത് ഇതുവരെ എൻ്റെ ക്ലാസ്സസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണുക. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കോൺഫിഡൻസ് വന്നോളും. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞു 101% റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും. പറയുന്ന കാര്യങ്ങൾ അതുപോലെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇനി അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൽ പോയിട്ട് എങ്ങനെ ജോയിൻ ആവാൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൽ പോവുക, സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. കോഴ്സ് ശ്രദ്ധിക്കുക, LDC. ഈ കോഴ്സാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. 2027 LDC ബൂസ്റ്റർ. അവിടെ ഇങ്ങനെ നീല കളറിൽ സബ്സ്ക്രൈബ് ഉണ്ടാവും. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സബ്സ്ക്രൈബിലേക്ക് പോകും. പിന്നെ എന്താ ചെയ്യുന്നത്, നോർമലി നിങ്ങൾ ചെയ്യുന്ന സാധനം തന്നെയാണ്, അതിലേക്ക് ഡയറക്റ്റ് പോയിക്കോളും. അപ്പോൾ കാര്യങ്ങളിലൊന്നും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ, നിങ്ങൾക്ക് അവർ ഗൈഡൻസ് തരും. ഇനി കോഴ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്ലാസ്സസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചറിയാം. അപ്പോൾ എല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ഇപ്പോഴും പറയുന്നു, എത്രയും പെട്ടെന്ന് ജോയിൻ ആവുക. ശരിക്കും നിങ്ങൾക്ക് എപ്പോൾ ജോയിൻ ആയാലും എക്സാം വരെ കിട്ടും. പക്ഷേ ഞാൻ പറയുന്ന ഈ മെത്തേഡ് എത്ര നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസിലും നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവും പ്രാവശ്യം ഞാൻ നേടും എന്നുള്ളത്. ആ മെത്തേഡ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മെത്തേഡ്സിന്റെ കാര്യം ഞാൻ ഒരുപാട് തവണയായി പറയുന്നു. അത്രയും നിങ്ങൾ ഇമ്പോർട്ടൻസ് അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും എന്തിനിത് ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്ന്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കോഴ്സിന്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറയാം. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. എത്രയും പെട്ടെന്ന് ജോയിൻ ആവുമല്ലേ? എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കോ. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞുതരാം. ഇനി അതിന്റെ കാര്യമൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ അവിടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് വാ, നമുക്ക് ബാച്ചിൽ കാണാം. പിന്നെ എക്സാം ടിപ്സ് എക്സാമിന്റെ ടൈം ആകുമ്പോഴാണ്. ഇപ്പൊ തന്നെ നമ്മൾ എക്സാം ആയല്ലോ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ട്. പക്ഷെ ഒരുപാട് സമയമുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. എത്ര പെട്ടെന്ന് നമ്മൾ തീർക്കുന്നോ അത്രയും നമുക്ക് ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയമുണ്ടെന്ന് വിചാരിക്കരുത്. അതിനാണ് ഇത്രയും നേരത്തെ ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നേരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ആപ്പിൽ തന്നെ പോയിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ആവുക. ഇനി നമുക്ക് എൻക്വയറി വന്നിട്ടുള്ള LGSന്റെ ബാച്ചാണ്, അതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ LPUP നമ്മളൊരു ഡിസ്കഷനിൽ നിൽക്കുകയാണ്. നോക്കട്ടെ LPUPക്ക് എങ്ങനെ തരാൻ പറ്റും എന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യം ഇൻഫോം ചെയ്യുക. അപ്പോൾ LDCയുടെ കാര്യങ്ങൾ ക്ലിയർ ആണ്. LDCക്ക് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കോ. ഓക്കെ, താങ്ക് യു.